തിരുവനന്തപുരം നിയമസഭയിലെ ഒരു ഓണാഘോഷ പരിപാടി. ഓണമൂട് എന്ന് പറയുന്ന പാട്ടിനൊത്ത് വേദിയിൽ ചുവടുവെക്കുന്ന കുറേ സഹോദരിമാരും സഹോദരന്മാരും ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് സന്തോഷത്തോടുകൂടി അവർ നൃത്തം ചെയ്യുന്നു, ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ ഒരൊറ്റൊരു നിമിഷം കൊണ്ട് ആ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും സങ്കടമായി മാറുകയാണ്, കണ്ണീരായി മാറുകയാണ്. ആ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും ആ മരണം ലൈവായി കണ്ടു. ആദ്യം കരുതിയിരുന്നത് ആ മനുഷ്യൻ ആ ഡാൻസിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കലാപരിപാടിയാണെന്ന് കരുതി. അതല്ലെങ്കിൽ തൻ്റെ മുന്നിൽ ഡാൻസ് കാണാനിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കലാപരിപാടിയാണെന്ന് കരുതി. പക്ഷേ അത് നേരെ മറിച്ചായിരുന്നു. ആ മനുഷ്യനെ മരണം മാടി വിളിച്ചു. രംഗബോധമില്ലാതെ കടന്നുവരുന്ന മരണം ആ മനുഷ്യനെയും പിടികൂടുകയാണ്. മരണം എത്രത്തോളം ഒരു മനുഷ്യനിലേക്ക് അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു നേർക്കാഴ്ചയാണിത്. മരണം എപ്പോഴും ഓരോ മനുഷ്യരെയും ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത്. നമുക്ക് എത്ര നിമിഷ നേരം കൊണ്ടാണ് ആ സന്തോഷങ്ങൾ നിശ്ചലമായി മാറിയത്. ഒരൊറ്റൊരു നിമിഷം കൊണ്ട് ആ സന്തോഷങ്ങൾ നിഷ്പ്രഭമായി മാറുകയാണ്. ഓണാഘോഷത്തിൻ്റെ ഉല്ലാസത്തിനിടയിൽ തന്നെ അപ്രതീക്ഷിതമായി ജീവിതവേദിയിൽ നിന്ന് ജുനൈർ എന്ന് പറയുന്ന സഹോദരൻ വിടവാങ്ങുന്നു. സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെയാണ് ജുനൈസ് എന്ന് പറയുന്ന സഹോദരൻ കുഴഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നവർ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീട് എഴുന്നേൽക്കാതിരുന്നതോടുകൂടിയാണ് നൃത്തം നിർത്തിവെച്ചുകൊണ്ട് മറ്റുള്ളവർ വന്ന് ജുനൈസിനെ എടുക്കുന്നത്. പിന്നീട് നിയമസഭയിലെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 14 വർഷത്തോളമായ നിയമസഭയിൽ ഇദ്ദേഹം ജോലി ചെയ്തു വരുന്നു. ഈ നൃത്തം ചെയ്യുന്നവരെല്ലാവരും നിയമസഭയിലെ ഉദ്യോഗസ്ഥരാണ്, അവിടെ ജോലി ചെയ്യുന്നവരാണ്. മരണപ്പെട്ടത് ജുനൈസ് എന്ന് പറയുന്ന സഹോദരനാണ്. 46 വയസ്സുണ്ട് പ്രായം. നിയമസഭയിലെ ഡെപ്യൂട്ടി ലൈബ്രറിയനായി അദ്ദേഹം ജോലി ചെയ്യുന്നു. നിലമ്പൂരിലെ മുൻ MLA ആയിരുന്ന PV അൻവറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജുനൈസ് എന്ന് പറയുന്ന ഈ സഹോദരൻ. വയനാട് ബത്തേരി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് PV അൻവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പിങ്ങനെയാണ്: MLA ആയിരിക്കെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ജുനൈസ് ഇന്ന് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. വയനാട് ബത്തേരി സ്വദേശിയാണ്. ജുനൈസിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ്. എല്ലാവർക്കും നല്ലത് മാത്രമേ ഈ സഹോദരനെ കുറിച്ച് പറയാനുള്ളൂ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം നല്ലതുപോലെ ആരോഗ്യം നല്ലതുപോലെ നോക്കിയിരുന്ന, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യായാമങ്ങളുമൊക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചു വെക്കുന്നുണ്ട്. എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും എത്ര വലിയ മുൻകരുതലെടുത്താലും മരണമൊരു നാൾ പിടികൂടി തന്നെ ചെയ്യും. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ ആ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഏതു നിമിഷം വേണമെങ്കിലും ഇല്ലാതെയാകാമെന്നുള്ള ചിന്ത ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം. ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്കിടയിൽ അതിൽ ആഹ്ലാദപ്പെടുമ്പോൾ, അതിൽ സന്തോഷം കൊള്ളുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളിലേക്ക് വന്നെത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള മരണത്തെക്കുറിച്ച് നാം വല്ലപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ തേടി ആര് വന്നില്ലെങ്കിലും മരണം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും, അതിലൊരു സംശയം വേണ്ട. നമ്മെ ആർക്കു വേണ്ടെങ്കിലും മരണം നമ്മളെ വേണം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അടുത്ത പുലരിയെ കാത്തിരിക്കുന്ന മനുഷ്യനിലേക്ക് ക്ഷണിക്കപ്പെടാതെ മരണം വന്നെത്തിച്ചേരുകയാണ്. മരണമെന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമാണ്. എപ്പോൾ ഏതു സ്ഥലത്ത് എവിടെ വെച്ച് വരുമെന്ന് ലോകത്തൊരു മനുഷ്യർക്കും പ്രവചിക്കാൻ കഴിയാത്ത അത്ഭുതം. മരണമെന്നുള്ളത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്നുള്ള കാര്യം അനുദിനം തൊട്ടറിയുകയാണ്. ചെരുപ്പിന്റെ വാറിനേക്കാളും ചേർന്ന് നിൽക്കുന്നതാണ് മരണമെന്ന മഹത്വചനം എത്രയോ അർത്ഥവത്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മരണമായിരുന്നു ഈ സഹോദരന്റെ മരണം. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആടെത്തിമിറുക്കുന്ന, ആഹ്ലാദിക്കുന്ന,
അപകടത്തെ വിളിച്ചോരുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്ന കോളേജ് വിദ്യാർത്ഥികൾ, നിങ്ങൾ കണ്ണു തുറന്നു കാണണം ഈ ഒരു കാഴ്ച. ജനനമാണ് മരണത്തിന് നിദാനം. ജനനം സംഭവിച്ചിട്ടുണ്ടോ മരണവും ഉറപ്പാണ്. മരണത്തിന് വലിപ്പ ചെറുപ്പമെന്നോ ഉച്ചനീചത്വമോ ഒന്നും തന്നെയില്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ അലംഘനീയമായ ഈ വിധിക്ക് വിധേയനായിട്ടുണ്ട്. ഒരു ശരീരവും മരണം രുചിക്കാതിരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പടുത്തുയർത്തപ്പെട്ട കോട്ടയ്ക്കകത്താണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പ്രഖ്യാപനം. അതോടൊപ്പം മരണത്തിന് സ്ഥലകാല നിർണയമില്ല. താൻ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്നും അവധിയെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യാത്രാക്ഷീണം തീർക്കാൻ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സത്രം മാത്രമാണ് ഈ ഭൂമി. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പാരത്രികമാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കൽ സുന്നത്താണ്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണുവാൻ സാധിക്കും. ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് അഹങ്കാരികളും ധിക്കാരികളുമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിക്കാതെ സ്വൈരജീവിതം നയിക്കുന്ന മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് പിടിച്ചു നിർത്താൻ മരണചിന്തയ്ക്ക് സാധിക്കും. എത്ര ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഞൊടിയിട കൊണ്ട് മരണം തകർത്തു കളയുന്നത്. മരണമെന്നുള്ളത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യം തന്നെയാണ്. എന്തെന്തെല്ലാം കാര്യങ്ങൾ കണക്ക് കൂട്ടിവെച്ച മനുഷ്യരാണ് വളരെ വളരെ പെട്ടെന്ന് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്തിന്റെ കൂടെ പോകേണ്ടി വരുന്നത്. ആശകളും പ്രതീക്ഷകളുമായി അടുത്ത പുലരിയെ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ഒരു വിരുന്നുകാരനായി മരണത്തിന്റെ മാലാക കടന്നുവരികയാണ്. ഇത് ഹക്കീമായ തികഞ്ഞ യുക്തിയോടെ മാത്രം എല്ലാം സംവിധാനിക്കുന്ന അള്ളാഹുവിന്റെ നീതിയാണ്. ആരുമാരും രക്ഷപ്പെടാത്ത തീരുമാനം. ജനിച്ചുവെങ്കിൽ ഒരു നാൾ മരിക്കും. നമ്മുടെ ജനനത്തിലും നമ്മുടെ മരണത്തിലും എല്ലാം അള്ളാഹുവിന് തികഞ്ഞ യുക്തിയും തീരുമാനങ്ങളും ആസൂത്രണങ്ങളുമുണ്ട്.